നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 2016 സ്ത്രീ സുരക്ഷ ഉയർത്തിക്കാട്ടിയാണ് അന്ന് LDF അധികാരത്തിലെത്തിയത്. തുടർന്ന് പിണറായി വിജയൻ കേരളത്തിന് ഉറപ്പ് നൽകി. സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഒരു സംസ്ഥാനമായിരിക്കും കേരളം. എന്നാൽ പിന്നീട് എത്രയെത്ര സംഭവങ്ങൾ. ഒടുവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അക്ഷരാർത്ഥത്തിൽ നമ്മൾ നടുങ്ങി നിന്നു. മലയാള സിനിമയിലെ വലിയ നടന്മാർ, ഇവിടുത്തെ നടികളെയും സെലിബ്രിറ്റികളെയും ഒക്കെ നിർദാക്ഷിണ്യം വലിച്ചു കയറിയ നിരവധി സംഭവങ്ങളാണ് നമുക്ക് മുന്നിൽ തെളിഞ്ഞു വന്നത്. സർക്കാർ രൂപീകരിച്ച പോലീസ് അന്വേഷണ സംഘത്തിന് മുന്നിലെത്തിയത് 27 പരാതികൾ. എന്നാൽ ഒരൊറ്റ നടനെ പോലും പിടിച്ചകത്തിടാനുള്ള മികവ് സർക്കാരോ പോലീസോ കാട്ടിയില്ല. നടൻ മുകേഷ്, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത്, സിദ്ദിഖ് തുടങ്ങി എത്രയെത്ര പ്രമുഖർക്കെതിരെയാണ് നടികൾ പരാതിയുമായി എത്തിയത്. ക്രൂരമായ ബലാത്സംഗത്തിന്റെ പരാതികളായിരുന്നു പലതും. എന്നിട്ടും ആ നടന്മാർക്ക് ജാമ്യം ലഭിക്കാൻ വേണ്ടുവോളം കാത്തുനിന്നു നമ്മുടെ പോലീസും ഭരണകൂടവുമൊക്കെ. പ്രതിക്ക് എല്ലാവിധ സംരക്ഷണങ്ങളും ഒരുക്കുന്നതിൽ മികവ് കാട്ടി കേരള പോലീസ്. ബോബി ചെമ്മണ്ണൂർ എന്ന സാമൂഹിക വിപത്ത് കുറെ കാലമായി സാമൂഹിക മാധ്യമങ്ങളിലൂടെ വിളമ്പുന്നത് അശ്ലീലം തന്നെ. ദ്വയാർത്ഥ പ്രയോഗങ്ങൾ എത്രയെത്രയാണ് അയാളുടെ വായിൽ നിന്ന് പുറത്തേക്ക് വമിച്ചത്. എന്തുകൊണ്ട് ഭരണകൂടം അപ്പോഴൊന്നും ഇടപെട്ടില്ല? ഒടുവിൽ ഹണി റോസ് എന്ന സിനിമാ നടി ബോബി ചെമ്മണ്ണൂരിനെതിരെ കൃത്യമായ കളി കളിച്ച് പരാതിയുമായി കളത്തിലിറങ്ങിയപ്പോൾ ഭരണകൂടം ഹണി റോസിനൊപ്പം നിന്നു. പിണറായി വിജയനും ഭരണകൂടത്തിനുമൊക്കെ ഒരു കാര്യം അപ്പോൾ ബോധ്യമായി. ഹണി റോസിനൊപ്പം നിന്ന് ബോബി ചെമ്മണ്ണൂരിനെ പിടിച്ചകത്തിട്ടാൽ അതിന് വലിയ വാർത്താ പ്രാധാന്യം കിട്ടും. അത് തങ്ങൾക്കൊരു തിളക്കമാക്കാം എന്ന് ഭരണകൂടം കണക്കുകൂട്ടി. ഇവിടെ ഹണി റോസിനെതിരെ ഉയർന്നു വരുന്ന വിമർശനങ്ങളും നമ്മൾ പരിഗണിക്കാതിരുന്നുകൂടാ. ശക്തമായ വിമർശനങ്ങളാണ് ഹണി റോസിനെതിരെ രാഹുൽ ഈശ്വറിനെ പോലെയുള്ളവർ ഉയർത്തുന്നത്. അവരുടെ വസ്ത്രധാരണ രീതിയടക്കം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നു. മറുവശത്ത് ബോബി ചെമ്മണ്ണൂരിനെ നിയന്ത്രിക്കേണ്ടത് തന്നെ. അയാളുടെ വഷളൻ നാവ് പണ്ടേ പിടിച്ചകത്തിടേണ്ടതായിരുന്നു. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇതേ ഭരണകൂടത്തിൻ്റെയും ഇതേ പോലീസിൻ്റെയും കൺമുന്നിലല്ലേ അയാൾ ഇത്രയും കാലം വിലസിയത്. ഒരു ചായക്കടക്കാരനെ പോലും വെറുതെ വിടാത്ത വികൃത മനസ്സ്. അതിലപ്പുറം പച്ചയായ ദ്വയാർത്ഥങ്ങൾ തന്നെയാണ് അയാൾ പലപ്പോഴും വിളിച്ചുകൂവിയത് എന്നതും സത്യം. എന്നാൽ ഇപ്പോൾ വലിയൊരു ബലാത്സംഗ വീരനായി അയാളെ അകത്തിട്ട് ആഹ്ലാദിക്കുമ്പോൾ മറ്റു ചില ചോദ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും ജനങ്ങൾക്കുമിടയിൽ ഉയർന്നു വരിക സ്വാഭാവികം. ഏറ്റവും ശക്തമായത് മഞ്ജുഷയ്ക്കും ഹണി റോസിനും എന്തുകൊണ്ട് 2 നീതി? നവീൻ ബാബു എന്ന സത്യസന്ധനായ സർക്കാർ ഉദ്യോഗസ്ഥൻ ADM കണ്ണൂർ പാർട്ടി തട്ടകത്തിലാണ് അദ്ദേഹം ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടത്. അതൊരു ആത്മഹത്യയല്ല, കൊലപാതകമാണ് എന്ന് കേരള സമൂഹം ഇപ്പോഴും വിശ്വസിക്കുന്നു. തൻ്റെ ഭർത്താവിനെ കൊന്നവരെ കണ്ടെത്താൻ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ കേരള പൊതുസമൂഹത്തിന് മുന്നിലേക്ക് കടന്നു വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മൾ നടുങ്ങിപ്പോയി. കൃത്യമായ നിയമവഴികളിലൂടെയാണ് മഞ്ജുഷയും നീങ്ങിയത്. കേരള ഹൈക്കോടതിക്ക് മുൻപിൽ ഒരു CBI അന്വേഷണം ആവശ്യപ്പെട്ട് അവർ പരാതി നൽകി. ഒപ്പം സർക്കാരിനോടും പാർട്ടി സംവിധാനങ്ങളോടുമൊക്കെ സഹായവും അഭ്യർത്ഥിച്ചു. മഞ്ജുഷയ്ക്ക് മുന്നിൽ വാതിലുകൾ കൊട്ടിയടച്ചുകൊണ്ട് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ്റെ ആദ്യ പ്രതികരണം. പിന്നീട് ഭരണകൂടം അവർക്ക് നേരെ മുഖം തിരിച്ചു. കേരള പോലീസ് ആവശ്യപ്പെട്ടത് പ്രകാരം പ്രോസിക്യൂഷൻ ശക്തമായ നിലപാടെടുത്തു ഹൈക്കോടതിയിൽ. കേസ് ഡയറിയിലെ ഓരോ ഭാഗവും ഇഴകീറി പരിശോധിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ജസ്റ്റിസ് കൗസർ ഇടപ്പകത്ത് വിധി പറഞ്ഞത്. ഒരു CBI അന്വേഷണം ആവശ്യമില്ല. കേരളം നടുങ്ങിപ്പോയ ഒരു ഹൈക്കോടതി വിധി. അതിനു പിന്നിൽ പ്രവർത്തിച്ചത് കൃത്യമായി പോലീസും ഭരണകൂടവുമൊക്കെ. കേസ് ഡയറിയിലെ ഭാഗങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് കോടതി ഇത്തരമൊരു വിധി പറഞ്ഞത്. ഇവിടെ മഞ്ജുഷയ്ക്ക് മുന്നിൽ നീതി കൊട്ടിയടയ്ക്കപ്പെട്ടു. കേരള സമൂഹം ഏറ്റവും ശക്തമായി ആവശ്യപ്പെട്ട സംഭവം തന്നെയാണ് നവീൻ ബാബുവിൻ്റെ മരണം CBI അന്വേഷിക്കുക എന്നത്. എന്തുകൊണ്ടാണ് മഞ്ജുഷയെ തീർത്തും ഈ സർക്കാർ അവഗണിച്ചത്? മറുവശത്ത് ഹണി റോസിനെ പോലൊരു നടിക്കൊപ്പം നിന്നുകൊണ്ട് കയ്യടി വാങ്ങിക്കുക മാത്രമാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. ബോബി ചെമ്മണ്ണൂർ നടത്തിയ ദ്വയാർത്ഥ പ്രയോഗങ്ങളും അശ്ലീല സ്വാഷണങ്ങളുമൊക്കെ ജനം വെറുക്കുന്നവ തന്നെ. എങ്കിലും ഒരു കാലഘട്ടത്തിൽ പലരും അയാൾക്ക് കയ്യടിച്ചു എന്നത് നമ്മൾ മറക്കരുത്. സ്ത്രീ കേന്ദ്രീകൃതമാണ് മിക്ക നിയമങ്ങളും. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ തുനിഞ്ഞിറങ്ങിയാൽ പുരുഷനകത്താകും എന്നതിൽ സംശയമില്ല. അതുകൊണ്ട് ബോബി ചെമ്മണ്ണൂരിന് എളുപ്പം തടിയൂരിപ്പോരുക അത്ര എളുപ്പമല്ല.
സാക്ഷാൽ ബി രാമൻപിള്ള വക്കീലിനെ കളത്തിലിറക്കിയിട്ട് ബോബിക്ക് പിഴച്ചത് അവിടെയാണ്. ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയാലും സർക്കാരിൻ്റെയും ഇരയുടെയും ഒക്കെ വാദം കേട്ടതിന് ശേഷം മാത്രമേ ജാമ്യഹർജിയിൽ വിധി പറയൂ. ചുരുക്കത്തിൽ 14 ദിവസമെങ്കിലും ബോബി ചെമ്മണ്ണൂർ ഇനി അഴിയെണ്ണും. മഞ്ജുഷയ്ക്ക് കിട്ടാത്ത നീതി ഹണി റോസിന് കിട്ടി. അതിൽ കയ്യടികൾ ഉയരുന്നത് സ്വാഭാവികം. എന്നാൽ അതിലപ്പുറം ബോച്ചയെ അകത്താക്കുമ്പോൾ ഇവിടെ ഭരണകൂടത്തിലെ ചില പ്രമുഖർക്ക് മറ്റു ചില കണക്കുകൂട്ടലുകൾ ഉണ്ടാകാം. കാരണം കോടികളുടെ നോട്ടുകൂടാരം അട്ടിയിട്ട് അതിൽ കിടന്നാണ് ബോബി ചെമ്മണ്ണൂർ ഉറങ്ങുന്നത് എന്ന ധാരണ പൊതുവെയുണ്ട്. നാട്ടുകാരെ നിക്ഷേപ പദ്ധതിയിലൂടെ കബളിപ്പിച്ച പണമാണ് ബോബി ചെമ്മണ്ണൂരിന്റെ മൂലധനമെന്ന് പലർക്കും അറിയാം. അയാളുടെ തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഒക്കെ പലരും പുറത്തു കൊണ്ടുവന്നിട്ടുമുണ്ട്. അതിനെതിരെ ആർജവത്തോടെ അന്വേഷണം നടത്താൻ പിണറായി വിജയൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. 2017 ഇക്കാര്യം കേരളത്തോട് ആർജവത്തോടെ അന്ന് സംസാരിച്ചത് ഭരണപരിഷ്കാര ചെയർമാൻ ആയ VS അച്യുതാനന്ദനാണ്. എന്നിട്ടും പാർട്ടിയെയും ഭരണകൂടത്തെയും ഒക്കെ വിലക്കെടുക്കാൻ ബോബി ചെമ്മണ്ണൂരിന് കഴിഞ്ഞു. മലയാള സിനിമാ ലോകത്തെ സൂപ്പർ സ്റ്റാറുകൾ മാത്രമല്ല, ബോബി ചെമ്മണ്ണൂരിനെ പോലെയുള്ള പ്രാഞ്ചിയേട്ടന്മാർക്കും ഇപ്പോൾ ഫാൻസ് അസോസിയേഷനുകളുണ്ട്. ആ ഫാൻസ് അസോസിയേഷനുകൾ ഇന്നലെ നിറഞ്ഞാടുന്നത് നമ്മൾ കണ്ടു. എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ചില മുറവിളികൾ കാണാതിരിക്കാൻ കഴിയില്ല. ബോബി ചെമ്മണ്ണൂർ ഇത്ര വലിയ തെറ്റ് ചെയ്തു എന്ന് ചോദിക്കുന്നവരോട് നമുക്ക് കൃത്യമായ ഉത്തരം പറയാൻ കഴിയില്ല. ബോബി ചെമ്മണ്ണൂരിനെ നിയമവഴിയിൽ നേരിടുക മാത്രമല്ല ഹണി റോസ് ചെയ്തത്. അവർ പരസ്യമായി പോരിനിറങ്ങി. സമൂഹ മാധ്യമങ്ങളിലൂടെയും ചാനലുകളിലൂടെയും നിരന്തരം അവർ ബോബിയെ വെല്ലുവിളിച്ചു. മുഖ്യമന്ത്രിയും ഭരണകൂടവും തനിക്കൊപ്പമുണ്ട് എന്നവർ പ്രഖ്യാപിച്ചു. ഏകപക്ഷീയമായ യുദ്ധമാണ് ഹണി റോസ് നടത്തിയത്. ഹണി റോസിനൊപ്പം നിന്നാൽ കയ്യടി കിട്ടും എന്ന് കരുതിയവർ തന്നെയാണ് ഹണി റോസിനെ പരിപൂർണമായി പിന്തുണച്ചത്. ഒരു കോടീശ്വരൻ നിലത്ത് വീണ് കിടക്കുന്നത് കാണുമ്പോൾ 2 ചവിട്ട് കൂടുതൽ കൊടുക്കാൻ എല്ലാവർക്കും പ്രത്യേക താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം ചവിട്ടി വീഴ്ത്തപ്പെട്ട ബോബി ചെമ്മണ്ണൂരിനെ ഇനി സെല്ലിലിട്ട് ചവിട്ടിക്കൂട്ടേണ്ട വലിയ കാര്യമില്ല. ഹണി റോസ് പരാതി കൊടുത്ത് 12 മണിക്കൂറിനുള്ളിൽ ബോബി ചെമ്മണ്ണൂരിനെ സ്വന്തം റിസോർട്ടിൽ തന്നെയിട്ട് പോലീസ് പിടികൂടി. തുടർന്ന് തൂക്കിയെടുത്ത് കൊച്ചിയിലേക്ക് കൊണ്ടുവന്നു. ഒരു രാത്രി മുഴുവൻ ബെഞ്ചിലിരുത്തി പിറ്റേന്ന് കോടതിയിലെത്തിച്ചു. കൃത്യമായി നിയമ സംവിധാനങ്ങൾക്ക് മുന്നിൽ ബോച്ചെ സ്ത്രീയെ അധിക്ഷേപിച്ചുവെന്ന് ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു. കാരണം ഇവിടെ നിയമം സ്ത്രീകൾക്ക് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ കോടതി അയാളെ നിഷ്പ്രയാസം റിമാൻഡിലാക്കി. എന്നാൽ ഇതിനേക്കാൾ വലിയ ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിനെ പോലെയുള്ളവർ ഇവിടെ വിഹരിക്കുന്നത് നമ്മൾ കണ്ടു. പോലീസ് അറസ്റ്റ് ചെയ്യാൻ മിനക്കെട്ടില്ല എന്ന് മാത്രമല്ല, സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുന്നതുവരെ കാത്തു നിൽക്കാനുള്ള വിശാല മനസ്കത നമ്മുടെ പോലീസ് കാട്ടി. നടൻ ദിലീപിനെ തുടക്കത്തിൽ തന്നെ പൂട്ടി അകത്തിടാനുള്ള നീക്കമാണ് സംസ്ഥാന സർക്കാർ നടത്തിയത്. ദിലീപിൻ്റെ കയ്യിലും ബോച്ചയുടെ കയ്യിലുമൊക്കെ ഇഷ്ടം പോലെ പണമുണ്ട്. അതുകൊണ്ട് തന്നെ പലർക്കും ആ പണക്കെട്ടുകളിലും നോട്ടമുണ്ടായിരുന്നു എന്ന സത്യം നമുക്ക് മറക്കാൻ കഴിയില്ല. കാശുള്ളവനെ കഷത്തിൽ കിട്ടാൻ കാത്തിരിക്കുകയാണ് ഇവിടെ പലരും. ബോബി ചെമ്മണ്ണൂർ എന്ന സാമൂഹിക വിപത്തിനെ അകത്തിട്ടതിൽ നമുക്ക് അഭിമാനിക്കാം. ഇതൊരു സ്റ്റേറ്റിന്റെ മികവാണ്. എന്നാൽ 99% തെറ്റുകൾക്ക് ശേഷം ബോബി ചെമ്മണ്ണൂരിനെ പോലൊരുത്തനെ പിടിച്ചിട്ടാൽ കയ്യടി കൊടുക്കേണ്ട കാര്യമുണ്ടോ ഈ ഭരണകൂടത്തിന്? അവിടെ ആ ജയിലറയ്ക്കൊക്കെ ദൂരെ നിന്ന് നമ്മുടെ മഞ്ജുഷയുടെ കണ്ണീർ അത് നമുക്ക് കാണാൻ കഴിയില്ല. മുകേഷ് എന്ന ഇടത് MLA-ക്കെതിരെ ഉയർന്നു കേട്ടത് ഇതിനേക്കാൾ ഭയാനകമായ കുറ്റകൃത്യങ്ങൾ. എന്നിട്ടും മുകേഷിനെ എന്തുകൊണ്ട് ഈ പോലീസ് അറസ്റ്റ് ചെയ്തില്ല? ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുമ്പോൾ ആരാധകർ എന്ന പേരിൽ ഇറങ്ങിയ കുറെ ഗുണ്ടകൾ, അവർ പോലീസ് വാഹനം തടയുന്ന സീനാണ് ഇന്നലെ ചാനലുകളിൽ വലിയ വാർത്തയായി നിരന്നത്. ബോച്ചെ ഒരു സെറ്റപ്പ് കൾട്ടായിരുന്നുവെന്ന് വ്യക്തം. ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അയാളുടെ സ്നേഹഭാഷണങ്ങളുമൊക്കെ വെറും തട്ടിപ്പ്. ഒരുപക്ഷെ ബോച്ചയുടെ ആശ്രമത്തിൽ കയറി പോലീസ് ഒന്ന് ഉശിരൻ റെയ്ഡ് നടത്തിയാൽ പല നഗ്ന സത്യങ്ങളും കേരളത്തിന് തിരിച്ചറിയാൻ കഴിയും. ജനറൽ ആശുപത്രിയിൽ നിന്ന് കാക്കനാട്ടെ ജയിലിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ ഇന്നലെ പോലീസ് വാഹനത്തിൽ കൊണ്ടുപോകുമ്പോൾ കുറേയേറെ ഗുണ്ടകൾ ആ വാഹനത്തിന് മുന്നിൽ ചാടി വീണു. ആ പ്രതിഷേധങ്ങൾക്ക് സമൂഹ മാധ്യമങ്ങളിൽ വലിയ അംഗീകാരം ലഭിക്കുന്നത് നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിലെ നിഷ്കളങ്കരായ ആളുകൾ ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് എന്ന് തിരിച്ചറിയണം. കാരണം ബോബി ചെമ്മണ്ണൂരിനെ ശിക്ഷിക്കുമ്പോൾ മറ്റു പലരെയും ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ വെറുതെ വിടുന്നു. ഇന്നലെ പോലീസ് വാഹനം തടഞ്ഞ് ബോബി ചെമ്മണ്ണൂരിനെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നത് എന്ന് പോലീസ് ഇപ്പോൾ വിശദീകരിക്കുന്നു. അതൊന്നും പൂർണ്ണ വിശ്വാസത്തിലെടുക്കേണ്ട. ഇതൊക്കെ ബോബി ചെമ്മണ്ണൂരും സംഘവും നടത്തിയ ഒരു നാടകമാണ് എന്ന് തിരിച്ചറിയാൻ അരിയാഹാരം കഴിക്കുന്ന മലയാളിക്ക് എളുപ്പം മനസ്സിലാകും. കടുത്ത ഭാഷയിലാണ് ബോബിയെ അനുകൂലിച്ച് മാധ്യമങ്ങളെയും പോലീസിനെയും ഒക്കെ കുറ്റപ്പെടുത്തിയും ബോബി അനുകൂലികൾ എന്ന പേരിൽ ഒരു കൂട്ടം ആളുകൾ പാഞ്ഞെത്തിയത്.
ആർക്കും രാത്രിയും പകലുമൊക്കെ വിളിക്കാൻ കഴിയുന്ന ഒരു ബിസിനസ്സുകാരനാണത്രേ ബോബി ചെമ്മണ്ണൂർ. പോലീസ് അദ്ദേഹത്തെ ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. നിരവധി ബുദ്ധിമുട്ടുകളുണ്ട് ബോബി ചെമ്മണ്ണൂരിന് ആരോഗ്യപരമായി. ഇതൊന്നും അനുവദിച്ചു കൊടുക്കാനാവില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കുറേയേറെ ഗുണ്ടകൾ പോലീസ് വാഹനത്തിന് മുന്നിൽ ചാടിയത്. ബോബി ചെമ്മണ്ണൂരിന്റെ വാഹനത്തിന് മുന്നിൽ ചാടിയ മുഖ്യപ്രതി സ്വാതി റഹീം എന്ന വ്യക്തിയാണ്. 2023 ഒരു നിക്ഷേപ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ ആളാണ് സ്വാതി റഹീം എന്ന് സമൂഹ മാധ്യമങ്ങൾ പറയുന്നു. ഇയാൾ ചലച്ചിത്ര താരങ്ങളുടെ വിശ്വസ്തനാണത്രേ. തൃശൂർ സ്വദേശി. മുൻകൂട്ടി നിശ്ചയിച്ച തിരക്കഥയുടെ ഭാഗമാണ് ഈ പോലീസ് വാഹനം തടയൽ. ഓൺലൈൻ ലേല സ്ഥാപനമായ സേവ് ബോക്സിന്റെ ഉടമയാണ് സ്വാതി റഹീം. സേവ് ബോക്സിന്റെ ഫ്രാഞ്ചൈസി നൽകാമെന്ന് പറഞ്ഞ് ഒട്ടേറെ പേരിൽ നിന്ന് ഇയാൾ നിക്ഷേപങ്ങൾ സ്വീകരിച്ചു. മാസം 25 ലക്ഷം രൂപ വരെ വാഗ്ദാനം ചെയ്താണ് സ്വാതി റഹീം നിക്ഷേപങ്ങൾ സ്വീകരിച്ചിരുന്നത്. എന്നാൽ ആർക്കും ലാഭവിഹിതമോ മുടക്കിയ പണമോ തിരിച്ചു കൊടുത്തില്ല. ഇതിന്റെ പേരിൽ ഇയാൾക്കെതിരെ നിരവധി കേസുകൾ ഉയർന്നു. സ്വാതി റഹീമും സംഘവുമാണ് ഇന്നലെ പോലീസ് വാഹനം തടഞ്ഞത് എന്ന കുറ്റപ്പെടുത്തലുകൾ ശക്തമാകുന്നു. പോലീസും നൽകുന്ന സൂചന ഇത് തന്നെ. ഇതിനൊക്കെ പിന്നിൽ ഒരൊറ്റ കാരണം മാത്രം. കേരളത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഇരട്ട നീതി. ബോബി ചെമ്മണ്ണൂർ അകത്ത് കിടക്കട്ടെ, അതിൽ എതിരഭിപ്രായങ്ങളൊന്നുമില്ല. എന്നാൽ നീതി അത് തുല്യമായി വീതിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഈ ഭരണകൂടത്തിനില്ലേ? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.